ഡിജിറ്റൽ കാലത്ത് സന്ദേശങ്ങൾ നിമിഷങ്ങൾക്കകം കൈമാറുന്ന പുതിയ തലമുറയ്ക്ക് പഴയകാല ആശയവിനിമയ സംവിധാനത്തിന്റെ ഓർമ്മകൾ പകർന്നു നൽകി. പൂഞ്ഞാർ കുന്നോന്നിയിൽ ഓണപ്പെരുമ 2K26 വ്യത്യസ്തമായ വിളംബരം. രാജഭരണകാലത്തെ അഞ്ചലോട്ടക്കാരന്റെ വേഷത്തിൽ മണിയൊച്ചയുമായി നടത്തിയ വിളംബര ജാഥ ശ്രദ്ധേയമായി. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ വിളംബരത്തിനായാണ് കുന്നോന്നി പൊങ്ങാലിയിൽ വിജയൻ അഞ്ചലോട്ടക്കാരന്റെ വേഷത്തിലെത്തിയത്. റിട്ടയർഡ് പോസ്റ്റൽ ജീവനക്കാരനായ വിജയൻ തലയിൽ തപാൽ ചാക്കും കയ്യിൽ മണിവടിയുമായി പഴയകാല അഞ്ചലോട്ടക്കാരന്റെ രൂപം പുനരാവിഷ്കരിച്ചാണ് വിളംബര ജാഥയിൽ പങ്കെടുത്തത്. കുന്നോന്നി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ അഞ്ചലോട്ടക്കാരനെ പറ്റി ഒരു കാര്യം പറയുവാണെങ്കിൽ, തിരുവിതാംകൂർ മഹാരാജ എന്ന കാലത്ത് ആ നാട്ടിലുള്ള പ്രജകൾക്ക് ഓരോ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ നിയമിച്ചു. ആ ആളെ പേരാണ് അഞ്ചലോട്ടക്കാരൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് എഴുത്തുകളൊക്കെ കൊണ്ട് കൊടുക്കുന്നു, മണിയും കിലുക്കി വിളക്കും രാത്രികാലങ്ങളിൽ വരെ ഈ എഴുത്ത് കൊണ്ട് കൊടുക്കേണ്ട പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിളക്കും ഈ കുന്തത്തിൽ മണികുട്ടി കിരുക്കിക്കൊണ്ട് വരുമ്പോൾ നാട്ടുകാരെല്ലാം ഓടി വന്ന് എഴുത്തുകൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭരണകാലത്താണിത്. അത് കാലഘട്ടങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇമ്പടി പേരുണ്ട്. എൻ്റെയൊക്കെ കാലങ്ങളാണ്, കാരണവന്മാരുടെ കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ അത് മാറി തപാൽ മേഖല. ഇപ്പോഴും അതിനെപ്പറ്റി പറയുവാണെങ്കിൽ പിറവം പോസ്റ്റ് ഓഫീസിൽ അഞ്ചൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലെറ്റർ ബോക്സിൽ പാലായിലില്ല, കോട്ടയം പോസ്റ്റ് ഓഫീസിലും അഞ്ചൽ പെട്ടിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റർ ബോക്സ് ഇപ്പോഴും ഉണ്ട് നിലവിൽ. ആ തപാലിന് മാറി ഇപ്പം അഞ്ചലോട്ടക്കാരന് മാറി പോസ്റ്റ്മാനായി വന്ന കാലമാണ്. ഇതിനെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത്. ഓണപ്പെരുമ 2K26 കൺവീനർ PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മീന മധുമോൻ ഓണപ്പെരുമ 2K26 നോട്ടീസ് അഞ്ചലോട്ടക്കാരനായ വിജയന് കൈമാറി വിളംബരത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് കുന്നോന്നി ടൗൺ, കടലാടിമറ്റം, ആലുംതറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ വിജയൻ അഞ്ചലോട്ടക്കാരന്റെ വേഷത്തിൽ മണിയൊച്ചയുമായി ഓടിയെത്തി. പഴയകാലത്ത് കത്തുകളും ഔദ്യോഗിക സന്ദേശങ്ങളും വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്ന അഞ്ചലോട്ടക്കാരുടെ ചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വേറിട്ട കാഴ്ചയായി വിളംബര ജാഥ മാറി. ആധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ വ്യാപകമായ കാലത്തും പഴയകാലത്തിന്റെ സാംസ്കാരിക ഓർമ്മകളും പൈതൃകങ്ങളും പുതുതലമുറയിലേക്ക് കൈമാറേണ്ടതിന്റെ പ്രാധാന്യം വിളംബരത്തിലൂടെ അവതരിപ്പിച്ചു. അത്തപ്പൂക്കളം, വോളിബോൾ, വടംവലി, കട്ട് പോസ്റ്റ് ടൂർണമെന്റ്, 2 വീലർ ഫാൻസി ഡ്രസ് മത്സരം, ഓണക്കളികൾ, കായിക മത്സരങ്ങൾ, നാടൻ വിനോദങ്ങൾ, കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണപ്പെരുമ 2K26 ഭാഗമായി സംഘടിപ്പിക്കുന്നത്. i4A